ഹലോ, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്, പേളിൻ്റെ ഹെയർ ബാൻഡാണ്. അപ്പോൾ അതിന് പേള് വേണം. പേളും എടുത്തിട്ടുണ്ട്, അക്രാലിക് ഫ്ലവർ എടുത്തിട്ടുണ്ട്, ഒപ്പം നമ്മുടെ വയർ എടുത്തിട്ടുണ്ട്. 4mm 5mm നമുക്ക് ഏതാണ് കയ്യിലുള്ളത് അതെടുക്കാം. 3mm ഒക്കെ ആകുമ്പോൾ എന്താ പറയുക, കുറച്ചൊന്ന് നമ്മൾ ടൈറ്റായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചില പൊട്ടിപ്പോകും, അത്രയേ ഉള്ളൂ. വയർ എടുക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള ബീഡ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബീഡ്സ് കോർത്തെടുത്ത് ടൈ ചെയ്യുക എന്നതാണ്. കാരണം ആ ഫ്ലവറിൻ്റെ ബീഡ്സ് ഒരുമിച്ച് എടുക്കാം. എന്നാലും ഞാൻ ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ബീഡ്സ്, ആ ഒരു സെൻറ്റർ പോർഷൻ വരെ എത്ര ബീഡ്സ് വേണമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സെൻറ്റർ പോർഷൻ വരെ ഒരു സൈഡ് വരെ സെൻറ്ററിൽ ഫ്ലവറാണ് കൊടുക്കുന്നത്, അപ്പോൾ 2 സൈഡിൽ. അപ്പോൾ ആദ്യം അതിനാവശ്യമുള്ള ബീഡ്സ് അത്രയും ഇത് ചെയ്യുക. നന്നായിട്ട് ഒരു സൈഡിലെ വയറ് നന്നായി ടൈറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ട് ബീഡ്സ്, 2 ബീഡ്സ് വെച്ചിട്ട് നന്നായിട്ട് 2 പേൾ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിയെടുക്കുക. നന്നായിട്ട് ഇതുപോലെ. വളരെ എളുപ്പമാണ്, സിമ്പിളുമാണ്. ഈ സെൻറ്റർ പോർഷൻ വരുമ്പോൾ മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതുപോലെ 2 ബീഡ്സ് വെച്ചിട്ട് പിന്നെ ഇത് നമ്മൾ ഗ്യാപ്പ് വരാതെ നോക്കുക. ഗ്യാപ്പ് വരാതെ നമ്മൾ 2 പേളിട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് അടുത്തത് ചുറ്റുക. അപ്പോൾ എന്താ പറയുക, ഒരു ഗ്യാപ്പോ അങ്ങനെയൊന്നും വരാതെ നല്ല രീതിയിൽ തന്നെ അതെന്ത് ചെയ്യും, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതുവരെയാണോ നമ്മൾ അടുത്ത ഫ്ലവർ ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ എത്തുമ്പോൾ നന്നായി ഒരു 2-3 ടൈംസ് നന്നായിട്ട് എന്ത് ചെയ്യുക, ഹെയർ ബാൻഡ് ചുറ്റി വേണം നിർത്താൻ, ഞാനിപ്പോൾ ചെയ്തതുപോലെ. അതിനുശേഷം അടുത്ത് ഈ സെൻറ്റർ പോർഷൻ ചെയ്യാനായിട്ട് ആദ്യം ഫ്ലവർ, അതിനുശേഷം 2 ബീഡ്സ്, വീണ്ടും ഫ്ലവർ തിരിച്ചാണ് കൊടുക്കേണ്ടത്. ഇതേപോലെ. ഇതാണ് നമ്മൾ കറക്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമുക്ക് ആവശ്യത്തിന് അത് കോർക്കാം. ഞാൻ അടുത്ത് വീണ്ടും ഒരു ബീഡ് എടുക്കുക, 2 പേള്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഫ്ലവർ കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് 2 ബീഡ്സ്, 2 ബീഡ്സോ പേളോ, ഞാനിവിടെ പേളാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബീഡ്സ് ഒന്ന് വന്നു പോകുന്നതാണ് കേട്ടോ. ഇതുപോലെ. അപ്പോൾ ഇത് ആവശ്യത്തിന് അങ്ങ് കോർത്തെടുക്കുക. ഓക്കെ. പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാം കൂടെ കോർത്തിട്ട് ചെയ്യരുത്, കാരണം നമുക്ക് എത്ര ബീഡ്സ് സെൻറ്റർ വരെ ആവശ്യമാണോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുക, പിന്നെ അടുത്ത സ്റ്റെപ്പുള്ള ബീഡ്സ് കോർക്കുക. ഇതുപോലെ പേള് ആ ഫ്ലവറിൻ്റെ അകത്തേക്ക് പേള് വയ്ക്കുക, എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അടിയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതിനിങ്ങ് വലിച്ചെടുക്കുക. നമ്മുടെ ആ വയറില്ലേ, അതിനൊന്ന് ജസ്റ്റ് ഇതുപോലെ എടുത്താൽ മതി, എന്നിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. ആദ്യം ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും. വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അകത്തൂടെ ചുറ്റിയെടുക്കുന്നതല്ലോ, വളരെ ബുദ്ധിമുട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, അതിനുശേഷം ഒന്ന് ചുറ്റിയെടുക്കുക. അത് ആദ്യം ഒരു സൈഡിൽ, അടുത്തത് അടുത്ത സൈഡിൽ, വീണ്ടും അടുത്ത സൈഡിൽ ബീഡ്സ് വയ്ക്കുക, അതിനൊന്ന് ഇതുപോലെ. വീണ്ടും അടുത്ത സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ ബീഡ്സും പേളും. പേള് അകത്താണ് ഇരിക്കുന്നത്, നമ്മൾ അകത്തൂടെ ചുറ്റിയല്ലേ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെക്കുക. ആ സൈഡിൽ ഒരു ഫ്ലവറിൻ്റെ ആ പെറ്റൽസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ബീഡ്സ് പുറത്തെടുക്കുക. ഇതുപോലെ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഡ്സ് അകത്തൂടെ ഇട്ട് തിരിച്ച് അകത്തൂടെ എടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇത് ബീഡ്സ് അകത്തൂടെ എടുക്കുക, അകത്തൂടെ നമ്മൾ ഓൾറെഡി കോർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് ജസ്റ്റ് സൈഡിൽ കൂടെ എടുത്താൽ മതി ആ വയറിന്. അതുകൊണ്ട് എളുപ്പമാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്. ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ആണ് ആദ്യം ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ സ്ലോ ആക്കി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ഒന്ന് വെക്കുക, എന്നിട്ട് നമ്മൾ ആ കൈ കൊണ്ടൊന്ന് മുറുക്കി പിടിക്കുക, അല്ലെങ്കിൽ അതവിടെ ലൂസായി പോവും. അത് ലൂസാവാതിരിക്കാനാണ് ഈ കൈ കൊണ്ട് നമ്മൾ മുറുക്കി പിടിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ചുറ്റിയെടുക്കൂലേ, ആ ചുറ്റിയെടുക്കുന്ന ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇതുപോലെ ബീഡ്സിനെ പിടിക്കുക, എന്നിട്ട് ആ സൈഡിൽ കൂടെ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇത് ആ ഒരു സെൻറ്ററിൻ്റെ ഏത് പോർഷൻ വരെയാണോ അത്രയും നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു സൈഡിൽ ഞാൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, ആ ബീഡ്സ് വരെ നോക്കുക ഏത് വരെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉറപ്പിക്കുക, കൺഫേം ചെയ്യുക, എന്നിട്ട് ബാക്കി. അതിനുശേഷം നന്നായിട്ട് വയർ അവിടെ നന്നായിട്ട് 2-3 ടൈംസ് ചുറ്റിയതിന് ശേഷം ബാക്കി ബീഡ്സ് കോർത്ത് ബാക്കി ചെയ്താൽ മതി. ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ബീഡ്സ് വെച്ചിട്ട്, 2 ബീഡ്സ് പേള് വെച്ചിട്ട് വീണ്ടും ഓരോ റൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യവും ഇല്ല. പിന്നെ ചെയ്ത് നമ്മൾ ആദ്യം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വിചാരിക്കും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം.
എന്താ പറയുക, ഇതിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈൻ ഷോപ്പുകളൊക്കെ ഒത്തിരി ഉണ്ട്. റേറ്റ് കുറച്ച് നമുക്കറിയാലോ, ഓൺലൈനിൽ ചില നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജൊക്കെ കൊടുത്തായിരിക്കും വാങ്ങിക്കാൻ പറ്റുക. ഇതുപോലെ രണ്ട് സൈഡും ഒരുപോലെ ആക്കിയതിന് ശേഷം അത് കൺഫേം ചെയ്തതിന് ശേഷം വേണം അടുത്ത ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറച്ച് കൂടുതലും ഒരു സൈഡിൽ കുറവായിട്ട് നിൽക്കും. ആ സെൻറ്റർ പോർഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഇപ്പം കോർക്കുന്ന പേളും നമ്മളിങ്ങനെ രണ്ട് സൈഡും ഒരുപോലെ രണ്ട് സൈഡും ഒരുപോലെ ആക്കി എന്നിട്ട് വേണം അതങ്ങ് നമ്മളെന്ത് ചെയ്യുക, ടൈ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. നമുക്ക് അവസാനം രണ്ടും ഒരുപോലെ ആക്കുക. അതിനുശേഷം എന്താ പറയുക, കട്ട് ചെയ്ത് ബീഡ്സ്, അത് ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബീഡ്സ് കുറവായിരിക്കാം. കാരണം നമ്മൾ ഒത്തിരി ബീഡ്സ് കോർത്തിട്ട് എന്താ പറയുക, അവസാനം വരുമ്പോൾ ചിലപ്പോൾ കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. കുറവാണെങ്കിൽ നമ്മൾ 2-3 ബീഡ്സ് കൂടെ കോർത്തിട്ട് രണ്ട് സൈഡും ഒരുപോലെ ആക്കിയതിന് ശേഷം ടൈ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അത് മേളിലോട്ട് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക. കാരണം അടിഭാഗത്താണെങ്കിൽ അതിങ്ങനെ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ കയറി കുത്തുകൊള്ളും. അപ്പോൾ പിള്ളേർക്ക് അത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ടൈറ്റ് ചെയ്ത് നിർത്തി അതിൻ്റെ ഇടയിലാക്കി ഞാൻ കട്ട് ചെയ്ത് മാറ്റും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിലോട്ട് നിർത്താൻ ശ്രമിക്കുക. എല്ലാവരും അടിഭാഗത്തേക്കാണ് ഇങ്ങനെ നിർത്തുന്നത്. അത് ഈ മുടികളിലെ കുട്ടികൾക്ക് മിക്കവാറും അത് കുത്തുകൊള്ളാറാണ് പതിവ്. അവസാനം ഇനിയുള്ളതെന്ന് പറയുന്നത് നമുക്ക് എൻഡ് ടേപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻഡ് ടേപ്പിന് പകരം നമുക്ക് നമ്മുടെ കയ്യിൽ സാറ്റിൻ റിബൺ ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. അത് ഗ്ലൂ കൊണ്ട് നമ്മുടെ B7000 ഗ്ലൂ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. അതിൻ്റെ എൻഡ് അവസാനം ഒന്ന് ഉരുക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എൻഡ് ടേപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു മീറ്റർ ഒരു 10-12 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ, കൂടുതൽ റേറ്റ് ഇല്ല. ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കയ്യിൽ എപ്പോഴും ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ നമ്മുടെ സാറ്റിൻ റിബൺ വെച്ച് ചെയ്താൽ മതി കേട്ടോ. അതങ്ങനെ ഇളകിയൊന്നും വരത്തില്ല. അപ്പോൾ അത് കാരണം എഡ്ജ് എപ്പോഴും നല്ല ഷാർപ്പായിരിക്കും. അത് എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക, എല്ലാ ഹെയർ ബാൻഡിലും മെറ്റൽ ഹെയർ ബാൻഡുകളിൽ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടോ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ഭംഗിക്ക് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.